കെട്ടുടച്ച ശക്തിയെ അന്വേഷിക്കുകയാണോ നീ? അത് ഞാൻ തന്നെയാ. കുറെ ദിവസമായി ഞാൻ നിന്നെ തിരയാ. ഗായത്രിയെ ബലി കൊടുത്തതിന് പകരം വീട്ടാൻ തുടിക്കായിരുന്നു ഞാൻ. ഇപ്പൊ നീയായിട്ട് എന്റെ മുന്നിലേക്ക് വന്നില്ലേ? നീ എങ്ങനെയൊക്കെ ശ്രമിച്ചെന്നാലും എന്നെ ഒന്നും ചെയ്യാനാകില്ല നന്ദിനി. നിനക്ക് എന്റെ പകയുടെ ശക്തി നീ കാണ്. കൃത്യസമയത്ത് തന്നെ വന്ന് എന്നെ രക്ഷിച്ചില്ലേ? ഒരുപാട് നന്ദി. നാഗവംശത്തിലുള്ള ആളുകൾ ഒരിക്കലും വാക്ക് തെറ്റിക്കുകയില്ലെന്ന് മനസ്സിലായില്ലേ? നീ എന്നോട് സഹായം അഭ്യർത്ഥിച്ചു വന്നവളാ. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിന്നെ മരണത്തിലേക്ക് തള്ളിവിടില്ല ഞാൻ. എന്നെ രക്ഷിക്കാൻ വന്ന സമയത്ത് തന്നെ നന്ദിനിയെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. നന്ദിനി സാധാരണ നാഗമല്ല, ശക്തി നാഗമാണ്. അവളെ അങ്ങനെ നിസ്സാരമായി കരുതരുത് മാധവി. നന്ദിനിയെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴി മാത്രമാണുള്ളത്. അവളുടെ രക്തബന്ധത്തിനാൽ മാത്രമേ അവളെ ഉന്മൂലനം ചെയ്യാനാകൂ. നിങ്ങൾ ഈ പറയുന്നതും ശരി തന്നെയാ. നന്ദിനിയെ നശിപ്പിക്കാൻ അവളുടെ രക്തബന്ധത്തിന് മാത്രമേ കഴിയൂ എന്ന് സമുദ്രറാണി മത്സ്യവർദ്ധിനിയിൽ നിന്ന് തപശക്തിയിലൂടെ ഞാൻ മനസ്സിലാക്കിയതാ. നന്ദിനിക്ക് അങ്ങനെ രക്തബന്ധുക്കളായി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കിയപ്പോഴാ നന്ദിനിയുടെ അനുജത്തി ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായത്. നന്ദിനിക്ക് ഒരു അനുജത്തി ഉണ്ടെന്നോ? അതെ നന്ദിയ, അവളുടെ അനുജത്തി ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ എവിടെയാണെന്ന് എനിക്കറിയില്ല. അവളെ അന്വേഷിച്ചു വന്നാ ഞാൻ നന്ദിനിയുടെ കയ്യിൽപ്പെട്ടത്. നന്ദിനിയുടെ സഹോദരി ആരാന്ന് മനസ്സിലായാൽ അവളെ ഉപയോഗിച്ച് നന്ദിനിക്ക് അവസാനം കുറിക്കും ഞാൻ. പക്ഷേ അവളിലേക്ക് എത്തിച്ചേരാനായി എന്ത് വഴിയാണുള്ളത്? നന്ദിനിയുടെ അനുജത്തി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചറിയിക്കാം. അവളെ ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവും? ഉടനെ തന്നെ ഞാൻ അറിയിക്കാം. വല്ലഭ, മുകില, നന്ദിനിയുടെ അനുജത്തി ജീവിച്ചിരിപ്പുണ്ടെന്നാ മാധവി പറയുന്നത്. അവളുടെ അനുജത്തി ആരാണെന്നറിയണം. നന്ദിനിയുടെ അനിയത്തി ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഗംഗ നന്ദിനിയുടെ അനിയത്തിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. എനിക്കുള്ളത് മറ്റൊരു സംശയമാ. എന്താ അത്? പാർവതിക്ക് പിറന്നത് 2 പെൺകുട്ടികളാണ്. ഇനി ഒരു പക്ഷേ ഗംഗയും നന്ദിനിയും പാർവതിക്ക് പിറന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംശയം ബാക്കി വെക്കണോ? ഗംഗയും നന്ദിനിയും പാർവതിയുടെ മക്കളാണോ എന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിക്കാം. നന്ദിനിയുടെ അനുജത്തി ആരാണ്? ഗംഗ. ഗംഗയായിരിക്കുമോ നന്ദിനിയുടെ അനുജത്തി എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെ ഒരു സംശയം എനിക്കും തോന്നിയതാ നന്ദിയ. എന്നാ ഗംഗ പണ്ടു മുതൽക്കേ ആ കൊട്ടാരത്തിൽ തന്നെയാ. അവളുടെ അച്ഛൻ ആ കൊട്ടാരത്തിലെ വേലക്കാരനായിരുന്ന മണികണ്ഠനാ. ഗംഗ മണികണ്ഠന്റെ മകളാണെങ്കിൽ അവൾക്ക് എങ്ങനെ നന്ദിനിയുടെ രൂപം ലഭിച്ചു? ഗംഗയ്ക്ക് ലഭിച്ചത് നന്ദിനിയുടെ രൂപമല്ല, നന്ദിനിക്ക് ലഭിച്ചിരിക്കുന്നതാ ഗംഗയുടെ രൂപം. എന്തായി പറയുന്നേ? അതെ നന്ദിയ, സംഭവിച്ചത് നീ പറയുന്നത് തന്നെയാ സത്യം. ഗംഗ എന്നെ ആദ്യമായി കാണാൻ വന്നപ്പോ തന്നെ ഈ കഥകളൊക്കെ പറഞ്ഞിരുന്നതാ. എങ്കിൽ കൂടി എന്റെ ഉള്ളിലെ സംശയം തീരുന്നില്ല മാധവി. അത് ഉടനെ തന്നെ ഇല്ലാതാക്കണം. തന്റെ ഉള്ളിലെ സംശയങ്ങൾ ഞാൻ ഇല്ലാതാക്കി തരാം. എന്നോടൊപ്പം വാ. എവിടേക്ക്?
ആ കൊട്ടാരത്തിലേക്ക്. എന്താ ആലോചിക്കുന്നേ? താൻ എന്നോടൊപ്പം വന്നാ ഗംഗ ആരാണെന്നുള്ളത് മനസ്സിലാക്കാനാകും. ഞാൻ വരാം. വാ പോവാം. നാഗനദി എന്നെ കൺമുന്നിൽ കണ്ടിട്ടും അവന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ലജ്ജിക്കുകയാണ് ഞാൻ. അവൻ ഇപ്പൊ നമ്മിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്താ? അധികം താമസിയാതെ അവൻ നമ്മുടെ മുമ്പിൽ തന്നെ വരും. അപ്പൊ നമുക്ക് നോക്കാം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്റെ കയ്യിൽ കിട്ടും. അതിന് കാത്തിരിക്കാൻ ഞാൻ. എന്നാൽ ഇപ്പൊ മാധവിയും നാഗനന്ദിയനും ഒന്നായിരിക്കണച്ചാ. നാഗനന്ദിയനിൽ നിന്ന് ഒരു ആപത്തും വരാതിരിക്കാനാ അമ്മ അന്ന് അച്ഛനെ ഈ രൂപത്തിലേക്ക് മാറ്റിയത്. മാധവി അച്ഛനെ പറ്റി നാഗനന്ദിയനോട് പറഞ്ഞാൽ അവൻ വീണ്ടും അച്ഛന് ആപത്ത് വരുത്താൻ ശ്രമിക്കാതിരിക്കില്ല. അതാണ് എന്റെ പേടി. മോളുടെ അമ്മ എന്നെ ഇങ്ങനെ മാറ്റിയപ്പോ ഞാൻ സാധാരണക്കാരനായിരുന്നു. എന്നാൽ ഇപ്പോ ഞാൻ സർവശക്തിക്കും അധിപനായ കറുപ്പന്റെ അവതാരമാണ്. നാഗനന്ദിയന്റെ അന്ത്യം നിന്റെ കൈകൊണ്ടുണ്ടാകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ അവൻ നിന്നിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ കൺമുമ്പിൽ എത്തിയാൽ അവന്റെ സർവനാശം സംഭവിച്ചിരിക്കും. നാഗനന്ദിയൻ മൂലം എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ അവൻ മൂലം എന്റെ ഗംഗയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് നന്ദിനി. നീയും ഗംഗയും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഗംഗ നിന്റെ അനുജത്തിയാണെന്ന് മനസ്സിലാക്കി ആ നാഗനന്ദിയൻ ഗംഗയ്ക്കെതിരായി എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആപത്തൊന്നും സംഭവിക്കാതെ നമ്മൾ നോക്കണം. നാഗനന്ദിയന്റെ പിടിയിൽ നിന്നും ഗംഗയെ എങ്ങനെ രക്ഷിക്കാമെന്ന് നമുക്കൊന്നിച്ച് ചിന്തിക്കാം. ഗംഗ നിന്റെ അനുജത്തിയാണെന്നുള്ള രഹസ്യം ആരും അറിയാതെ സൂക്ഷിക്കേണ്ടത് കറുപ്പൻ സ്വാമി മാത്രമാണ്. അച്ഛാ, ദേവസേനെ, എന്തു പറ്റി നിനക്ക്? മുഖമൊക്കെ എന്താ മുറിഞ്ഞിരിക്കുന്നെ? എന്തെന്ന് പറ മോളെ. കൊറേ പറയാനുണ്ടച്ചാ, ഞാൻ പിന്നെ പറഞ്ഞുതരാട്ടോ. ഗംഗെ, കുഞ്ഞിന്റെ മുഖമൊക്കെ മുറിഞ്ഞിട്ട് നീ എന്താ എന്നോടൊന്നും പറയാത്ത? അത് പിന്നെ അരുൺ, ആരുടെ കണ്ണുപെട്ടോ എന്തോ അച്ഛനും മോക്കും ഒരേ സമയത്ത് തന്നെ അപകടം പറ്റിയത്. ഈയിടെയായിട്ട് ഇവിടെ ഒന്നും ശരിയല്ലല്ലോ. നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ, ഞാൻ കോഫി കൊണ്ടുവരാം. പറയുന്നത് കേക്ക്, നീ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ അല്പം കഴിഞ്ഞു വരാം. ശരി ആന്റി. അച്ഛനമ്മമാര് ചെയ്യുന്ന പാപം മക്കൾ അനുഭവിക്കേണ്ടി വരുമെന്നാ. ഈ മായയും മന്ത്രവും മണ്ണാങ്കട്ടയൊന്നും വേണ്ട വേണ്ടാന്ന് ഞാൻ എത്ര തവണ രാജശേഖരനോട് പറഞ്ഞു നോക്കിയതാ. അവൻ കേട്ടില്ല. അവൻ ഇനി ഒരു സമാധാനക്കുറവും ഇല്ലല്ലോ. ഇവിടെ ഉള്ളവരല്ലേ ഇങ്ങനെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നേ. എന്താ ചേച്ചി ആരോടെ ഒറ്റയ്ക്കിരുന്ന് പറയണേ? ആരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യടാ? അച്ഛാ, അച്ഛൻ ഓഫീസിൽ പോയപ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നല്ലോ. അപ്പൊ ഫോൺ എടുത്തിരുന്നെങ്കിലേ അച്ഛനൊന്നും വരില്ലായിരുന്നു, എനിക്കൊന്നും പറ്റില്ലായിരുന്നു. അല്ല മോളെ, ഞാൻ റെസ്റ്റ് റൂമിൽ പോയതാ. തിരിച്ചു വന്ന് മിസ് കോൾ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാ. പക്ഷെ ആരും കോൾ എടുത്തില്ല. അല്ല, നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചേ? അച്ഛാ, അച്ഛനെയും ഗംഗ ചേച്ചിയും കൊല്ലണോന്ന് ധർമ്മജനങ്ങളും മുരളിയങ്ങളും കൂടി പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അത് അച്ഛനോട് പറയാനല്ലേ ഞാൻ വിളിച്ചേ. എന്താ മോളെ പറയുന്നത്?
അവർ രണ്ടുപേരും ഞങ്ങളെ കൊല്ലണമെന്ന് പറയുന്നത് കേട്ടെന്നോ? ആ കേട്ടച്ചാ. ഇന്ന് ഗംഗയുടെ കഥ മാത്രമല്ല, അരുണിനെയും കൊല്ലാൻ പോവും. അവരങ്ങനെ പറയണ കേട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതോ ഞാൻ അച്ഛനെ ഫോൺ ചെയ്തേ. അച്ഛൻ എടുക്കാണ്ടായപ്പോ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണഴകിയമ്മയുടെ അടുത്തേക്ക് പോവായിരുന്നു ഞാൻ. അവിടെ കണ്ട 2 ആന്റിമാരെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയേ. അപ്പൊ ഒരു കല്ല് തട്ടി വീണ എന്റെ മുഖം മുറിഞ്ഞത്. നീ എന്തിനാ മോളെ തനിച്ചു പോയത്? നിങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നുമില്ലായിരുന്നു അച്ഛാ. കരാണ്ടിരിക്കച്ചാ, ഞാൻ അങ്ങോട്ട് പോയത് എന്തായാലും നന്നായി. ഗംഗ ചേച്ചി ആ സമയത്ത് കണ്ണഴകിയമ്മയുടെ വീട്ടിലുണ്ടായിരുന്നച്ചാ. അവിടെ ചേച്ചീനെ കണ്ടപ്പോഴാ എനിക്ക് സമാധാനമായത്. ഗംഗ ചേച്ചിയോട് അച്ഛൻ ആപത്തിലാണെന്ന് പറഞ്ഞപ്പോ അച്ഛനെ ചേച്ചി രക്ഷിച്ചോളാന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചു. ഗംഗ ചേച്ചി അച്ഛനെ രക്ഷിച്ചേ. ഗംഗ ധർമ്മജനങ്ങളുടെ കൂടെ പോയെങ്കിൽ പിന്നെ കണ്ണഴകിയമ്മയുടെ വീട്ടിൽ എങ്ങനെ എത്തിപ്പെട്ടു? ഇവള് പറയുന്ന പോലെ ഗംഗയല്ല എന്നെ രക്ഷിച്ചത്, ജാനകിയല്ല എന്നെ വന്ന് രക്ഷിച്ചത്. അപ്പൊ കണ്ണഴകിയമ്മയുടെ വീട്ടിലുണ്ടായിരുന്നത് നന്ദിനി അവന് വഴിയുള്ളൂ. അച്ഛാ, അച്ഛൻ അപകടം ഉണ്ടാവാൻ കാരണം ധർമ്മജനങ്ങളും മുരളിയങ്ങളുമാണ്. അവര് വീട്ടിലേക്ക് വന്ന വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാ ഇങ്ങോട്ട് വരാതെ പുറത്തെവിടെയൊക്കെ ഒളിച്ചു നടക്കണേ. അവര് രണ്ടുപേരും വരുമ്പോ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞോളാം. അവരെ വഴക്ക് പറയണേ അച്ഛാ. ശരി ദേവസേന. അച്ഛാ, അച്ഛൻ ടയർഡ് ആയിരിക്കില്ലേ? ഞാൻ പോയിട്ട് പിന്നെ വരാം. റെസ്റ്റ് എടുക്കണേ. ഓക്കേടാ. നന്ദിനെ കൊല്ലണമെന്നുള്ള ഗംഗയുടെ മനസ്സിലെ പക ധർമ്മജനങ്ങളും മുരളിയും ഉപയോഗിച്ചത് തന്നെയാണ്. ഗംഗയോട് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റി പറ്റൂ. അതിനു മുമ്പായിട്ട് ആ ധർമ്മജനങ്ങളിലെ മുരളിയെ എനിക്കൊന്ന് കാണണം. രണ്ടുപേരും വീട്ടിലേക്ക് വരാതെ എവിടെ ഒളിച്ചിരിക്കുക? ഇത് ഞങ്ങളാരും ചെയ്യുന്നതല്ല. ഇവിടെ അണക്കെട്ട് പണിയാനായിട്ട് ഗവൺമെന്റ് ഓർഡർ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. അണക്കെട്ട് പണിയാനുള്ള സ്ഥലം ഈ കാട്ടിനുള്ളിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥലം കണ്ട് അക്യൂർ ചെയ്യാനായിട്ട് കളക്ടറും കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആ സ്പോട്ടിലേക്ക് എത്തിയേ പറ്റൂ. ഞങ്ങളെ പോകാൻ അനുവദിക്കാതെ ഇങ്ങനെ വേലി കെട്ടി തടയുന്നതൊക്കെ നിയമപരമായി നിങ്ങൾക്ക് ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കുറ്റമാണ്. അതെങ്ങനെ ശരിയാവും? അതൊന്നും ശരിയാവത്തില്ല. ഞങ്ങളുടെ വഴിമുടക്കി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത്. ഈ കാട്ടിനുള്ളിൽ അണക്കെട്ട് പണിയാൻ ഞങ്ങളാരും സമ്മതിക്കില്ല. ഈ കാടിനുള്ളിൽ അപകടകാരികളായ പാമ്പുകളുണ്ട് സാറേ. നിങ്ങൾ ഇവിടെ അണക്കെട്ട് പണിഞ്ഞാൽ ആ പാമ്പുകളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങും സാറേ. പാമ്പ് നാട്ടിലേക്ക് ഇറങ്ങി വന്നാൽ ഞങ്ങൾ പിന്നെ എവിടെ പോകും സാറേ? അണക്കെട്ടിന്റെ കാര്യം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് സാറേ. നടക്കില്ല സാറേ. അതിനുവേണ്ടി ഇവിടെ ഈ അണക്കെട്ട് വേണ്ട സാറേ. ഇവിടെ ഈ പരിപാടി നടക്കില്ല. ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. എന്താ ഏട്ടാ, എന്താ ഇവിടെ ഒരു ബഹളം നടക്കുന്നത്? ഈ കാടിനുള്ളിൽ അണക്കെട്ട് പണിയാൻ തീരുമാനമായിട്ടുണ്ടെന്നാ പറയുന്നത്. അണക്കെട്ട് വന്നു കഴിഞ്ഞാൽ കാട്ടമ്മ ക്ഷേത്രം ഇവിടെ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇവിടെ അണക്കെട്ടി കഴിഞ്ഞാൽ അത് കാട്ടമ്മ ക്ഷേത്രത്തിന് നാശം ഉണ്ടാക്കുമല്ലോ. ഇവരെ ഏത് മാർഗം ഉപയോഗിച്ചും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ മതിയാവും. എന്താ ഇൻസ്പെക്ടർ, എന്താ പ്രശ്നം? സർ, ജിയോ അപ്രൂവ് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കാതെ വഴി അടച്ചു വെച്ചിരിക്കുകയാണ് ഇവര്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടത്.
ഇവരെന്താ അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ തടയുന്നേ? ഈ കാട്ടില് കുറെ ആപത്തുകളുണ്ടെന്നാ പറയുന്നത്. എന്ത് ആപത്തുണ്ടെന്നാ? ഇവിടെ നിറയെ പാമ്പാണെന്നാണ് പറയുന്നത്. പാമ്പുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു അതെ, ഒന്ന് നിർത്ത്, ശാന്തരാഗ്, ഞാൻ പറയുന്നത് കേക്ക്. കാടിനുള്ളിൽ പാമ്പുണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് പാമ്പുകളെ നമുക്ക് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാം. മാത്രമല്ല നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകും നോക്കുകയും ചെയ്യാം. സാറേ, ഞങ്ങൾ പാമ്പുകളെ പിടിച്ച് മാത്രമല്ല തടയുന്നത്. അണക്കെട്ട് പണി എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടമ്മ ക്ഷേത്രമുണ്ട് സാറേ. കാട്ടമ്മയുടെ ശക്തി സാറിന് അറിയാഞ്ഞിട്ടാ. അമ്പലത്തിന് ദോഷം വരുന്ന രീതിയിൽ ഇവിടെ അണക്കെട്ട് പണിതാൽ ദൈവദോഷം ഉണ്ടാകും സാറേ. അത് പിന്നെ വലിയ പ്രശ്നമായിട്ട് മാറും. ഒരു ദൈവവും മനുഷ്യന് ദ്രോഹം ചെയ്യാറില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു അണക്കെട്ട് ഇവിടെ പണിയുന്നത്. ഇങ്ങനെ ഒരു ജലസ്രോതസ് ഇവിടെ വരുന്നത് കൊണ്ട് ദൈവങ്ങൾ ഒരിക്കലും കോപിക്കില്ല, സന്തോഷിക്കുകയുള്ളൂ. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. സാറി പറയണൊക്കെ ശരി തന്നെ. പക്ഷെ ഞങ്ങൾ ഗ്രാമത്തിലുള്ളവർക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. കാട്ടമ്മയ്ക്ക് ആപത്ത് വരുത്തിയാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും സാറേ. ഞങ്ങളുടെ വിശ്വാസമാണ്, തകർക്കല്ലേ സാറേ. ഞങ്ങളെ രക്ഷിക്കണം സാറേ. ഞങ്ങളുടെ ജീവനും സത്തിനും സംരക്ഷണം തരണം. ഈ തീരുമാനം അങ്ങ് പിൻവലിക്കുക സാറേ. നിങ്ങൾ നിർത്ത്, ഞാൻ പറയുന്നത് കേക്ക്. എല്ലാരും ഒന്ന് ശാന്തരായി. സാറേ, കാട്ടിനുള്ളിൽ അണക്കെട്ട് കെട്ടാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലെന്ന് മനസ്സിലായില്ലേ? പറയുന്ന ഒന്ന് മനസ്സിലാക്കി സാറേ. ദയവേതൊന്ന് പോയേ. നോക്ക്, സർക്കാർ ഉത്തരവ് പാലിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു അണക്കെട്ട് വന്നാൽ പിന്നീട് അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ജലക്ഷാമം ഇവിടെ വലിയ തോതിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് കാടിനകത്ത് കിടക്കുന്ന ഈ സ്ഥലത്ത് അണക്കെട്ട് പണിയാൻ സർക്കാർ തീരുമാനിച്ചത്. സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്ഥലത്ത് അവകാശം സ്ഥാപിക്കാനായിട്ട് ആർക്കും അവകാശമില്ല. ഈ കാട് മുഴുവനും വനം വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇതിനെ തടയാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും പോണം. അല്ല സാറേ, അത് സാറേ ഒന്ന് നിൽക്കണേ സാറേ. ഇത് നിങ്ങൾ അധികാരികൾ പറയുമ്പോൾ ഇത് വനപ്രദേശമായിട്ടുള്ള സ്ഥലമാണ്, സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാണ്, സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് സാറേ ഇത്. സത്യം പറഞ്ഞാൽ കാലാകാലങ്ങളായി ഞങ്ങൾക്കുള്ള ഈശ്വരഭക്തിയും ഞങ്ങളുടെ വിശ്വാസവും ഒക്കെ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട സാറേ കിടക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഈ സ്ഥലം ഇപ്പോഴല്ലേ സാറേ അറിയത്തുള്ളൂ. പക്ഷേ ഈ മണ്ണ് ഞങ്ങളുടെ പൂർവികർ ജീവിച്ച സ്ഥലമാണ്. കാട്ടമ്മ ക്ഷേത്രത്തിന്റെ അടുത്തു നിന്നും ഒരു പിടി മണ്ണെടുത്താൽ പോലും ആപത്തുണ്ടാവുന്നുള്ള കാര്യം തീർച്ചയാ സാറേ. ആപത്തുണ്ടാവുന്നുള്ള കാര്യം തീർച്ചയാ സാറേ. കാട്ടമ്മ ക്ഷേത്രവും അതിനടുത്തുള്ള സ്ഥലവും കാലാകാലങ്ങളായി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ സാറേ. നിങ്ങൾ പറയുന്നത് കേൾക്കലല്ല എന്റെ ജോലി. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയാ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. ഇനിയും ബഹളം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എല്ലാവരുടെ മേലും എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഇനി അധികം നേരം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇൻസ്പെക്ടർ, ഈ വേലെടുത്ത് മാറ്റിയിട്ട് വഴി ക്ലിയർ ചെയ്യ്. അയ്യോ സാർ, അത് വേണ്ട സാറേ, അങ്ങനെ ചെയ്യല്ലേ സാറേ. ഞാൻ ഇവിടുന്ന് മാറില്ല. ഞാൻ ഇവിടുന്ന് അങ്ങനെ ചെയ്യരുത്. ഞങ്ങളുടെയൊക്കെ ശവത്തി ചവിട്ടിയിട്ട് സാറിന് അകത്തേക്ക് പോകാൻ പറ്റൂ. മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ എഴുന്നേറ്റ് മാറുന്നത് നല്ലത്. പുതിയ പദ്ധതികളെന്നും പറഞ്ഞ് പ്രകൃതി മുഴുവൻ നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ അണക്കെട്ട് കെട്ടാനെന്നും പറഞ്ഞ് ഞങ്ങളുടെ മണ്ണ് സ്വന്തമാക്കാൻ വന്നിരിക്കുക അല്ലേ? എനിക്ക് ജീവനുള്ള കാലത്തോളം നടക്കുമെന്ന് കരുതണ്ട. സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. അല്ലാതെ ഇങ്ങനെ പേടിപ്പിച്ച് കാര്യം നേടാൻ നോക്കണ്ട. ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സർക്കാർ, അല്ലാതെ ജനങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കരുത് സർക്കാർ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവനും സ്വത്തും നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ഞങ്ങൾ അനുവദിക്കില്ല, ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഏത് കാര്യത്തിന് പോരാടുമ്പോഴും ന്യായം ഉണ്ടാകണം. നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ഇതെന്റെ അവസാനത്തെ താക്കീതാ. മര്യാദയ്ക്ക് അണിച്ച് മാറിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് മാറ്റേണ്ടി വരും. സാറിന് ചെയ്യാൻ പറ്റുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇൻസ്പെക്ടർ, എല്ലാത്തിനും എടുത്ത് മാറ്റിയിട്ട് വഴി ക്ലിയർ ചെയ്യും. വേഗാട്ടെ.
പോകല്ലേ